നമ്മുടെ വീടുകളിൽ കുഞ്ഞുങ്ങൾ ജനിക്കുമ്പോൾ അവർക്ക് പേര് കൊടുക്കുന്നത് സാധാരണഗതിയിൽ എല്ലാ നല്ല വീട്ടിലും അപ്പൻ്റെ പാരമ്പര്യത്തിൽ അല്ലെങ്കിൽ അമ്മയുടെ പാരമ്പര്യത്തിൽ മാറി മാറി വല്യപ്പനിൽ തുടങ്ങി താഴേക്ക് പേരുകൾ പോരുകയാണ്. വലിയൊരു പാരമ്പര്യമാണത്. ദൈവദത്തമായൊരു കാര്യമാണ്. യഹൂദ പാരമ്പര്യത്തിൽ നമുക്ക് കിട്ടിയതാണ്. എപ്പോഴും നമ്മൾ കാണുന്നത് അത്തരത്തിൽ വിശുദ്ധന്മാരുടെ പേരുകളോട് കൂടിയ ഒരു പരമ്പരയാണ്. എന്നാൽ ആ കാര്യങ്ങൾക്കൊക്കെ ഈ അടുത്ത നാളുകളിലൊക്കെ വ്യത്യാസം വന്നിട്ടുണ്ട്. പണ്ട് ഞങ്ങളൊക്കെ കുട്ടികളായിരുന്നപ്പോൾ നമ്മളെല്ലാവരും 8-ാം ദിവസം മാമോദീസ സ്വീകരിച്ചവരാണ്. ഈ ശലാകർമ്മത്തിൻ്റെ ആ കർമ്മം തന്നെയാണ്. ക്രൈസ്തവർക്ക് ശലാകർമ്മം ആവശ്യമില്ല, അവർക്ക് വേണ്ടത് മാമോദീസയാണ്. പക്ഷേ ആ ദിവസം നമ്മളിത് പാലിച്ചിരുന്നു. 8-ാം ദിവസം കുഞ്ഞിനെ സ്വന്തക്കാർ ദേവാലയത്തിൽ കൊണ്ടുപോയി മാമോദീസ സ്വീകരിക്കുന്നു, അല്ലെ നൽകുന്നു. കുഞ്ഞിന് പൂർവ്വ പരമ്പരയിൽപ്പെട്ട പേര് കൊടുക്കുന്നു. അതുകൊണ്ടാണ് നമുക്ക് നല്ല ഒരു ക്രിസ്തീയ പൈതൃകം ഇവിടെ കാത്തു സൂക്ഷിക്കാനായിട്ട് സാധിച്ചത്. വല്യപ്പൻ്റെ പേര് മാണി എന്നാണെങ്കിൽ മകൻ്റെ പേരും മാണി എന്നായിരിക്കും. അങ്ങനെ ആ കുടുംബത്തിൻ്റെ ഒരു അനശ്വരത അവിടെ തുടരുകയാണ്. അതിലാണ് മാതാപിതാക്കൾക്ക് സന്തോഷം. ഇവിടെ ദൈവം കൊടുത്ത പേരായതുകൊണ്ടും ഈ 2 മാതാപിതാക്കളും അതിൽ ഒന്നിക്കുകയാണ്. എലിസബത്ത് പറഞ്ഞു അത് മതി, യോഹന്നാൻ എന്നാണ്. സക്കറിയ എഴുതി കൊടുത്തു, യോഹന്നാൻ എന്നാണ്. ഒരു കുഞ്ഞിൻ്റെ പേര് കൊടുക്കുന്നതിൽ അപ്പനും അമ്മയ്ക്കുമുള്ള ഒരു സ്ഥാനമാണല്ലോ അത് എടുത്തു കാണിക്കുന്നത്. എന്താണ് കുഞ്ഞിൻ്റെ പേര്? അപ്പനും അമ്മയും ആലോചിച്ച് പേര് കൊടുക്കുകയാണ്. അവിടെ ദൈവം എന്താഗ്രഹിക്കുന്നു എന്നതിന് മുൻഗണനയുണ്ട്. അതുകൊണ്ടാണ് ഈ ആലോചനയിലൂടെ ദൈവം മാസങ്ങൾക്ക് മുമ്പ് അവരോട് പറഞ്ഞ ആ കാര്യത്തെ 2 പേരും ഓർത്തെടുത്തതും അങ്ങനെ മാമോദീസയിലേക്ക് പോകുന്നതും. നമ്മൾ ആ ഒരു നല്ല കാര്യത്തിൽ ചിലപ്പോഴെങ്കിലും വീഴ്ചകൾ വരുത്താറുണ്ട്. ഇപ്പോഴുള്ള പലരുടെയും പേര് കേൾക്കുമ്പോൾ ആ കുഞ്ഞ് ആണാണോ പെണ്ണാണോ എന്ന് പോലും നമുക്ക് തിരിച്ചറിയാൻ പറ്റില്ല. മത്തായി എന്ന് പറഞ്ഞാൽ നമുക്കൊരു സംശയവും വേണ്ട, ഏലി എന്ന് പറഞ്ഞാൽ ഒരു സംശയവും വേണ്ട. പക്ഷേ അല്ലാത്ത പേരുകളെല്ലാം വരുമ്പോൾ നമ്മളൊരു വിശുദ്ധമായ പൈതൃകം വെറുതെ തമാശന് കളയുകയാണ്. 2 അക്ഷരത്തിലുള്ള പേര് വേണം. എത്ര കുട്ടികളുണ്ടായെങ്കിലും 2 അക്ഷരത്തിലുള്ള പേര് വേണം. പിന്നീട് ഒരു തലമുറ കഴിയുമ്പം ഈ കുഞ്ഞ് ആരുടെ മകനാണ്, ഇതിൻ്റെ പാരമ്പര്യം എന്താണ്, ഇവൻ്റെ അപ്പനാരാണ്, ഇവൻ്റെ വല്യപ്പനാരാണ്, ഇതൊന്നും നമുക്ക് തിരിച്ചറിയാൻ പറ്റാത്ത വിധത്തിൽ നമ്മൾ കണ്ട സിനിമാ പേരുകളും ഓമനപ്പേരുകളും, വീട്ടിൽ വേറൊരു വിളിപ്പേര് കൊടുക്കുന്നതിന് കുഴപ്പമൊന്നുമില്ല. പക്ഷെ നമുക്ക് നമ്മുടെ കുടുംബത്തിൻ്റെ, നമ്മുടെ മാതാപിതാക്കളുടെ പരമ്പരയിലുള്ള നല്ല പേരുകൾ, അത് വിശുദ്ധന്മാരുടെ പേരാണ്, സുവിശേഷകന്മാരുടെ പേരാണ്, രക്തസാക്ഷികളുടെ പേരാണ്. അങ്ങനെയുള്ള പേരുകൾ മാമോദീസയിൽ കൊടുക്കുകയും സാധിക്കുന്നിടത്തോളം അത് വിളിപ്പേരായിട്ടുകൂടെ എടുക്കുകയും ചെയ്യുമ്പോഴാണ് നമ്മൾ ക്രൈസ്തവരായിട്ട്, നസ്രാണികളായിട്ട്, സുറമലബാർ സഭക്കാരായിട്ടൊക്കെ നമുക്ക് ജീവിക്കാൻ പറ്റുകയുള്ളൂ. വിളിപ്പേര് വീട്ടിലായിക്കൊള്ളട്ടെ, അതിന് ഞാൻ തടസ്സം പറയുന്നില്ല. നമുക്ക് അങ്ങനെയുള്ള കാര്യങ്ങളിലൊക്കെ വീഴ്ചകൾ വരുന്നുണ്ട്. നോമ്പ് വരുമ്പോഴോ നോമ്പൊന്നും വേണ്ട, കൊച്ചല്ലേ, അവന് കോഴി തന്നെ പുഴുകി കൊടുക്കാം, അപ്പന് പ്രായമായല്ലോ, പോത്തിറച്ചി മേടിച്ച് കൊടുത്തു കളയാം. ഇതൊന്നും ഒരു കാര്യമൊന്നുമില്ലെന്ന്. 2 ആഴ്ച അപ്പനും കുഞ്ഞുമൊക്കെ പച്ചക്കറിയൊക്കെ കഴിച്ചിരുന്നാലൊന്നും ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല. കുറച്ചുകൂടെ നല്ല ആരോഗ്യം കിട്ടുകയുള്ളൂ. നമ്മളതിനെയെല്ലാം ലഘൂകരിച്ച് നോമ്പൊന്നും സാരമില്ല, ഇപ്പോൾ ഒന്നുമില്ല, പാലായി മാത്രമേ നോമ്പുള്ളൂ, മറ്റു രൂപതയിലൊന്നും നോമ്പില്ല, ഇതൊക്കെ ഞാൻ കേട്ടുകൊണ്ടിരിക്കുന്നതാ. എനിക്ക് കിട്ടുന്ന എഴുത്തുകളാണ്. നമ്മളിതൊന്നും നഷ്ടപ്പെടുത്തി കളയരുത്. നമ്മുടെ പൂർവികർ പഠിപ്പിച്ചതും നമ്മളുടെ സഭ പഠിപ്പിച്ചതുമായ കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ കൊണ്ടു നടക്കാൻ പഠിക്കുമ്പോഴാണ് നമുക്ക് അതിൻ്റെ സാങ്ക്ടിറ്റിയോടുകൂടി മാമോദീസയിൽ നല്ലൊരു വിശുദ്ധയുടെ പേര് സ്വീകരിക്കുമ്പോൾ അത് പവിത്രമായ ഒരു കാര്യമാണ്. ഞാൻ കുറ്റം പറയുന്നതായിട്ട് വിചാരിക്കരുത്. സമർപ്പിതരുടെ പോലും പേരുകൾ കേൾക്കുമ്പോൾ എനിക്ക് അത്ഭുതം തോന്നിയിട്ടുണ്ട്. ഇതാരാണാവോ? അതാണ്, അങ്ങനെ കൈവിട്ടു പോവുകയാണ്. നമ്മൾ കണ്ണടച്ച് കളയുകയാണ്. നല്ല പാരമ്പര്യങ്ങളൊക്കെ എടുത്ത് വലിച്ചെറിയുകയാണ്. ലോകത്തിൻ്റെ പരിഷ്കാരത്തോട് ചേർന്ന് നമ്മുടെ കുഞ്ഞുങ്ങളെയും നമ്മുടെ സമർപ്പിതരെയും നമ്മുടെ കുടുംബ ആചാരങ്ങളെയും സഭയുടെ ആചാരങ്ങളെയും എല്ലാം നമ്മൾ എടുത്തു കളയുകയാണ്. അതുകൊണ്ട് നമ്മൾ വളരെ ശ്രദ്ധിക്കണം. ഈ സമൂഹം
നിലനിൽക്കണം. ഇതിൻ്റെ സ്വത്വം നഷ്ടപ്പെടുത്തരുത്. നോമ്പിനും പ്രാർത്ഥനയ്ക്കും ഉപവാസത്തിനും വിശുദ്ധരോടുള്ള വണക്കത്തിനുമൊക്കെ കൂടുതൽ മുൻഗണന കൊടുത്ത ഒരു സമൂഹമാണ് നമ്മുടേത്. ആ ഒരു യാഥാർത്ഥ്യം നമ്മൾ തിരിച്ചറിയുമ്പോഴാണ് ഇത്തരത്തിലുള്ള തിരുവചനങ്ങളുടെ പ്രായോഗികമായ കാര്യങ്ങളിലേക്ക് നമ്മൾ കടന്നു വരിക എന്ന സത്യത്തിൽ നമ്മൾ നിൽക്കുന്നത്. നന്നായിട്ട് ജീവിക്കുമ്പോൾ കർത്താവ് നമ്മുടെ കൂട്ടത്തിൽ എപ്പോഴും ഉണ്ടായിരിക്കും. കർത്താവിൻ്റെ ആ ഒരു മഹത്വമാണ് നമ്മൾ കൂട്ടത്തിൽ കൊണ്ടുനടക്കേണ്ടത്. നല്ല പേര് പറയുമ്പോൾ നാവിൻ്റെ കെട്ടഴിയും. സക്കറിയായ്ക്ക് അതാണല്ലോ സംഭവിച്ചത്. എൻ്റെ മകനെ യോഹന്നാൻ എന്ന് പേര് പെടണം, ദൈവം കൃപയായിരിക്കുന്നവനെന്നുള്ള പേര് കൊടുക്കണം എന്ന് അദ്ദേഹം എഴുതി കൊടുത്തപ്പോൾ ആ പേര് എഴുതിയപ്പോൾ നാവിൻ്റെ കെട്ടഴിഞ്ഞു. മകനെ യോഹന്നാൻ എന്ന് വിളിക്കുമ്പോൾ, മത്തായി എന്ന് വിളിക്കുമ്പോൾ, അന്തോണി എന്ന് വിളിക്കുമ്പോൾ നമ്മുടെ ഇടവക ഏതാണല്ലോ അന്തോണീസിൻ്റെ നാമത്തിലാണ്. വേദപണ്ഡിതനായിരുന്നു, താപസനായിരുന്നു, പരിശുദ്ധ കുർബാനയുടെ വലിയ ഒരു പ്രചാരകനായിരുന്നു. ലിറ്ററജിയെക്കുറിച്ച് ഒരുപാട് ക്ലാസ്സുകൾ എടുത്ത് പാശ്ചാത്യ ലോകത്തെ പഠിപ്പിച്ചവനാണ്. വലിയ മാർക്കറ്റിലൊക്കെ പോയി ജനങ്ങളോട് സുവിശേഷം പ്രസംഗിച്ചവനാണ്. സാമൂഹ്യ പ്രവർത്തകനായിരുന്നു. അതെല്ലാം ദൈവവചനത്തിലും പരിശുദ്ധ കുർബാനയിലും ആഴത്തിലുള്ള ബന്ധം സ്ഥാപിച്ചതുകൊണ്ടാണ്. ഈ ഇടവക നമുക്ക് നൽകുന്ന സന്ദേശവും അതാണ്. ഈ മാമോദീസ, യോഹന്നാൻ്റെ മാമോദീസ നമുക്ക് നൽകുന്ന സന്ദേശവും അതാണ്. മാതാപിതാക്കളോടുള്ള വിധേയത്വം, കുടുംബ പാരമ്പര്യങ്ങളോടുള്ള നമ്മുടെ ആഴമായ ബന്ധം, അതൊക്കെ നമ്മൾ കാത്തു സൂക്ഷിക്കുമ്പോഴാണ് കർത്താവിൻ്റെ കരം നമ്മുടെ മേൽ ഉണ്ടാകുന്നത്, കർത്താവ് നമ്മുടെ കൂട്ടത്തിൽ ഉണ്ടാകുന്നത്. നമ്മുടെ കുഞ്ഞുങ്ങളെ ദൈവം വേണമല്ലോ സംരക്ഷിക്കാനായിട്ട്. അവർ മത്തായിയും മർക്കോസും ലൂക്കായും ജേക്കബോക്കയായിട്ട് നടക്കുമ്പോൾ ദൈവം അവരെ സംരക്ഷിച്ചുകൊള്ളും. ആ പേര് വിളിക്കുമ്പം തന്നെ ദൈവത്തിൻ്റെ ശബ്ദമാണ് നമ്മൾ കേൾപ്പിക്കുന്നത്. അങ്ങനെ നമുക്ക് നല്ല വിശുദ്ധ പാരമ്പര്യങ്ങൾ കാത്തു സൂക്ഷിക്കാനുള്ള അവസരമായിട്ടുകൂടെ ഈ പേരിടിയിൽ, യോഹന്നാൻ്റെ പേരിടിയിൽ കാരണമാകട്ടെ എന്ന് ഞാൻ പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കുന്നു.